കൈപ്പയുടെ ആരാധകനാണ്. താങ്ക് യു. ഇതൊന്ന് വിശദീകരിക്കാമോ? എന്നല്ല നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. കോയപ്പാപ്പ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. വരൾച്ചയുള്ള കാലമാണ്, മഴയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി തായോട്ടങ്ങ് മൂത്രമൊഴിച്ചു. ശക്തമായ മഴയങ്ങ് പെയ്തു. അതാണ് ഔലിയാക്കളുടെ കോഡ് ഭാഷകളോ ഔലിയാക്കളുടെ പ്രവർത്തനങ്ങളോ സാധാരണക്കാരായ നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങൂല മക്കളെ. ഔലിയാക്കളുടെ കറാമത്തുകള് ഇന്ന് ചില ആളുകളൊക്കെ പറയാൻ തുടങ്ങി. ഔലിയാക്കളുടെ കറാമത്ത് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്കിടയിൽ ഒരു വസ്വാസം ഉണ്ടാകും, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് ഔലിയാക്കളുടെ ചില കറാമത്തുകളൊന്നും പറയാൻ പാടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഔലിയാക്കളുടെ കറാമത്ത് അത് തന്നെയാണ് ഇസ്ലാം. അത് മനസ്സിലാക്കുന്നവര് മാത്രം ഇസ്ലാമിലെ വന്നാ മതി, അല്ലാത്തവര് ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടതില്ല. ഭയങ്കരം തന്നെ. ഇതൊന്നും അംഗീകരിക്കാത്തവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നുള്ളത് കറക്റ്റാണ്. ഇതൊക്കെ എന്തോന്ന് വിശദീകരിക്കാൻ. തലക്ക് സുഖമില്ലാത്ത ഏതൊരു ഉപ്പാപ്പ ബിൽഡിങ്ങിന്റെ മണ്ടൊക്കെ ഒരു സാമാനം പുറത്ത് കിട്ടിയ സമയത്തൂടെ മയതും മൂല്യന്മാരൊക്കെ കൂടി ഗവേഷണം നടത്തിയത് ഒരു കറാമത്താക്കി എന്നുള്ളതാണ്. പണ്ട് ഇതേപോലെ CM വലിയുള്ളാഹി എന്ന് പറയുന്ന ഒരാൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച ഭക്ഷണത്തിന്റെ കാശ് ചോദിച്ചപ്പോൾ ഉടുമുണ്ടെടുത്ത് തലയിൽ കെട്ടി ഓടിയെന്ന് പറഞ്ഞു. അയാളെ കുറ്റം പറയാൻ പറ്റില്ല, അയാൾക്ക് ഭ്രാന്താണ്. പഠിച്ച അവസ്ഥ ആർക്കും കൊടുക്കാതിരിക്കട്ടെ. പിന്നെ മൂപ്പര് നിസ്കരിക്കൂല, നോമ്പ് വെക്കൂല. മൂപ്പര് പെങ്ങളെ മോനടക്കം മൂപ്പര് ഉമ്മ അടക്കം എല്ലാവരും മൂപ്പർക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. പക്ഷെ മൊയ്ലിയന്മാർ മൂപ്പര് നിസ്കരിക്കാത്തതിൻ്റെ ഓതാത്തതിൻ്റെ ഒക്കെ പിന്നിലുള്ള ലോജിക്ക് തേടി നടന്നപ്പോൾ അവർക്ക് മനസ്സിലായത് അത് ഒരു കറാമത്തായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഉപ്പാപ്പ് പെടുത്ത സമയത്ത് എവിടൊക്കെ മഴ പെയ്തു, എവിടൊക്കെ മഴ പെയ്യാത്തത്, എന്താ ഇങ്ങനെ മൂപ്പര് പെടുക്കാൻ കാരണം എന്നൊക്കെ അന്വേഷിച്ച് ഗവേഷണം നടത്തി കണ്ടെത്തിയപ്പോൾ അതൊക്കെ ഒരു കറാമത്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു സ്റ്റേജ് വന്ന് വിളിച്ചു പറയുമ്പോൾ ആ വേദിയിലുള്ളവരും അത് കേട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഇത് ഉൾക്കൊള്ളുമ്പോൾ നമ്മളും ആ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ കൂടുക എന്നുള്ളതാണ്. ഇതൊക്കെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഈ പറയപ്പെട്ട CMഉം ഈ പറയപ്പെട്ട ഉപ്പാപ്പിയൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇന്ന് നിലവിൽ ജീവിച്ചിരിക്കുന്ന ഭ്രാന്തന്മാരും ലൈംഗിക വൈകൃതം കാണിക്കുന്ന കയപ്പന്മാരൊക്കെയാണ് നാളെ മരിച്ചു കഴിഞ്ഞാൽ ഔലിയാക്കന്മാരാവാനുള്ളത് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡെമോ കാണിക്കാം, അപ്പോൾ മനസ്സിലാവും. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ. മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത്. 2023 സവാദ് സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു. MS ലിഷോയി വിവരങ്ങളുമായി ചേർന്നുണ്ട്. ലിഷോയി, സവാദ് എന്ന പേര് ഒരുപക്ഷെ പലർക്കും പെട്ടെന്ന് ഓർമ്മ വരില്ലായിരിക്കും, പക്ഷേ ഒരു സമയത്ത് ഒരുപാട് ചർച്ച ചെയ്ത പേരാണ്. ഇതേപോലൊരു കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇയാളെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, അതും ചർച്ചയായിരുന്നു. അതായത് ഔലിയാക്കന്മാരൊക്കെ ഓരോ കാറ്റഗറിയാണ്. CM ലോകം നിയന്ത്രിക്കുന്ന ആളാണ്. ഈ പറയപ്പെട്ട ഉപ്പാപ്പ മഴ പെയ്യിക്കുന്ന ആളാണ്. ഇനി ഇവ മരിച്ച KSRTC ഔലിയാണ്. ഓൻ എന്തിനാണ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൂമാലിട്ട് സ്വീകരിക്കുന്നതെന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഇന്നുണ്ടാവും. അതിൻ്റെ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവൻ മരിക്കണം. ഇവൻ KSRTCൻ്റെ ഔലിയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങി ഇവൻ വീണ്ടും ഇത് ആവർത്തിച്ചിട്ട് ഇവനെതിരെ 5-6 സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇതൊക്കെ ഇവൻ്റെ കറാമത്താണെന്ന് പറഞ്ഞ ഉസ്താദ്മാർക്ക് കയറിട്ടു. ഇനി നാളത്തെ ഉസ്താദ്മാർ ഈ വിഷയം അങ്ങനെ വിശദീകരിക്കും. അവിടെയാണ് കറാമത്ത്. അന്നേ ദിവസം KSRTC ഡിപ്പോയിലെ ഒരു വനിതാ കണ്ടക്ടർ പ്രസവ വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ കുട്ടിയെ പുറത്തേക്കെടുക്കാൻ സാധിക്കുന്നില്ല. അതേസമയം മഹാനായ സവാദ് ഉപ്പാപ്പ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു KSRTCയിൽ കയറുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാൻറ്റിൻ്റെ സിബ് തുറന്നിട്ട് സാധനം പുറത്തേക്കിടുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, വളാഞ്ചേരി ഡിപ്പോയിലെ വനിതാ കണ്ടക്ടറുടെ കുട്ടി പുറത്തേക്ക് വന്നു. എന്നാൽ പോലീസുകാർ മഹാനായ സവാദ് തങ്ങളെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ
അവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര് അദ്ദേഹത്തെ പൂമാലയിട്ട് സ്വീകരിച്ചു. അവർക്കറിയാം ഇതാരാണെന്ന്, അവർക്ക് ഔലിയാക്കളെ അറിയാം, ഔലിയാക്കളുടെ രീതി അറിയാം. അദ്ദേഹം ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷം സമാനമായൊരു സംഭവം വീണ്ടും ഉണ്ടായി. പാലക്കാട് ഡിപ്പോയിലെ ഒരു വനിതാ കണ്ടക്ടർ സിസേറിയം വേണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, സവാദ് തങ്ങളോടൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സവാദ് ഉപ്പാപ്പ ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു KSRTC ബസ് കയറിയിട്ട് വീണ്ടും അതാ പാൻറ്റിൻ്റെ സിബ് തുറക്കുന്നു, സാമാനം പുറത്തേക്കിടുന്നു. ഇതോടുകൂടി സിസേറിയൻ ഇല്ലാതെ ആ പാലക്കാട് ഡിപ്പോയിലെ വനിതാ കണ്ടക്ടറും 4 എണ്ണം പ്രസവിച്ചു. സുഖപ്രസവമാണ്. അതാണ് സമസ്തയുടെ ഔലിയാക്കൾ. സമസ്തയുടെ ഔലിയാക്കളെ കുറിച്ച് അറിയാതെ നിങ്ങളൊന്നും പറയല്ല. സമസ്തയുടെ ഔലിയാക്കളെ അംഗീകരിക്കാത്തവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഇതിൽ കൂടുതൽ എന്ത് വിശദീകരിക്കാനതൊക്കെ?